ഇന്ത്യൻ പാർലമെന്റിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ്. 35 വർഷമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നും പാർലമെന്റ് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യവും കുടുംബ പാരമ്പര്യവുമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ പാർലമെന്റ് പ്രവേശനം വയനാട്ടിൽ നിന്ന് ആണെന്നുള്ളതിൽ കേരളീയർക്ക് മുഴുവനും പ്രത്യേകിച്ച് വയനാട്ടുകാർക്കും അഭിമാന മുഹൂർത്തമാണ്. മലയാള തനിമ തുളുമ്പുന്ന കസവ് സാരിയും ഉടുത്തുകൊണ്ടാണ് തന്റെ കന്നി പാർലമെന്റ് പ്രവേശനം പ്രിയങ്ക അവിസ്മരണീയമാക്കിയത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ അനുഗ്രഹവും വാങ്ങിയാണ് പ്രിയങ്ക പാർലമെന്റിലേക്ക് യാത്രയായത്. ഹൈബി ഈഡൻ ഇന്ത്യൻ ഭരണഘടനയുടെ കോപ്പി സമ്മാനിച്ചുകൊണ്ടാണ് പ്രിയങ്കയെ വരവേറ്റത്. കോൺഗ്രസ് എംപിമാരുടെ അകമ്പടിയോടെ പ്രിയങ്ക പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണിത്. നിറഞ്ഞ ചിരിയോടെ പാർലമെന്റിന്റെ പടികൾ കയറുന്ന പ്രിയങ്കയെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ എല്ലാം ഒപ്പം നിന്നാണ് അനുഗമിക്കുന്നത്. പാർലമെന്റിന്റെ പടികൾ കയറി വരുന്ന പ്രിയങ്കയെ സഹോദരൻ രാഹുൽ ഗാന്ധി തടഞ്ഞു നിർത്തി ഈ അവിസ്മരണീയ മുഹൂർത്തത്തിന്റെ ചിത്രം തന്റെ ഫോണിൽ ഒപ്പിയെടുക്കുകയാണ്. അമ്മ സോണിയാഗാന്ധിയും ഭർത്താവ് റോബർട്ട് വാദ്രയും പ്രിയങ്കയെ പാർലമെന്റ് ഹാളിനുള്ളിലേക്ക് ആനയിക്കുകയാണ്. പ്രിയങ്കയെ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാനായി ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങളോടൊപ്പം രാഷ്ട്രീയത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഡെസ്കിലടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന രാജ്നാഥ് സിംഗിനെ ശ്രദ്ധിച്ചോളൂ. ഭരണകക്ഷി ബെഞ്ചിൽ ഏറ്റവും മുൻനിരയിൽ ഏറ്റവും ഇടതുവശത്തായി ഇരിക്കുന്ന രാജ്നാഥ് സിംഗ് പ്രിയങ്കയുടെ കന്നി പാർലമെന്റ് പ്രവേശനത്തെ ഡെസ്കിലടിച്ച് അഭിനന്ദിക്കുന്നത് വളരെ അനുകരണീയമായ മാതൃകയാണ് എന്ന് പറയാതെ വയ്യ. ഭരണഘടനയുടെ കോപ്പിയും ഉയർത്തിപ്പിടിച്ച് മലയാള തനിമയാർന്ന പട്ടുസാരിയിൽ തനി മലയാളി മങ്കയായി പ്രിയങ്ക ഗാന്ധി ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന രംഗം കണ്ടോളൂ. प्रियंका गांधी वाड्रा, जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञा करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी। जय हिंद. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒപ്പിടാനായി പോകുന്ന പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പാർലമെന്റിൽ നിന്നും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഭർത്താവിനോടും മക്കളോടും ഒപ്പം ചേർന്ന് യാത്രയാകുന്ന പ്രിയങ്ക ഗാന്ധിയോട് എന്താണ് പറയാനുള്ളത്? പാർലമെന്റിൽ ആദ്യത്തെ ദിവസം എത്തുമ്പോൾ എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്. അതിന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ മറുപടി, प्राथमिकता ये होगी कि देश के जो अहम मुद्दे हैं वो उठाएं और पार्टी के लिए लड़ूं, देश के लिए लड़ूं, यही रहेगा. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തുകയും പാർട്ടിക്ക് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും പോരാടുകയും എന്നുള്ളതാണ് തന്റെ പ്രധാന പരിഗണന എന്നാണ്. തുടർന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, ഇന്ന് ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്, എന്ത് മെസ്സേജാണ് നൽകാനുള്ളത് എന്ന്. അതിനുള്ള പ്രിയങ്കയുടെ മറുപടി, हमारे लिए संविधान से ऊपर कुछ नहीं है. हमारे लिए जो संविधान है, जिसके असूलों पर इस देश की नींव डली है, उसी के लिए हम लड़ रहे हैं और लड़ते रहेंगे. ഞങ്ങൾക്ക് ഭരണഘടനയ്ക്ക് മുകളിലായി മറ്റൊന്നുമില്ല. ഭരണഘടനാ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യം മുൻപോട്ട് പോകേണ്ടത്. അതിന് ശക്തി പകരുകയാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്. ആ പോരാട്ടം തുടരുകയും ചെയ്യും. പട്ടുസാരിയും ധരിച്ചുള്ള പ്രിയങ്കയുടെ ലുക്ക് ഇന്ദിരാഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നതാണെന്നും ഇവിടെ മാധ്യമപ്രവർത്തകൻ പറയുകയാണ്. വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, നിറഞ്ഞ പുഞ്ചിരിയോടെ വളരെ വിനയപൂർവമാണ് പ്രിയങ്ക ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതും സംസാരിക്കുന്നതും എന്നുള്ളതാണ്. ഇവിടെ സോണിയാഗാന്ധിയോട് പ്രിയങ്കയുടെ കന്നി പാർലമെന്റ് പ്രവേശനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ സോണിയാഗാന്ധി പറഞ്ഞ മറുപടി, ഞങ്ങളെല്ലാവരും ഇതിൽ വളരെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു എന്നാണ്. പ്രിയങ്കയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പ്രധാനപ്പെട്ട നേതാക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പ്രിയങ്കയെ അനുമോദിച്ചുകൊണ്ട് ചെയ്ത ഈ ട്വീറ്റ് വളരെ ശ്രദ്ധേയമാണ്. പാർലമെന്റിൽ പെൺസിംഹം എത്തിയിരിക്കുന്നു എന്നാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ചത്. കർണാടകയിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവ് DK ശിവകുമാർ കുറിച്ചത് ഇങ്ങനെയാണ്, പാർലമെന്റിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക ഗാന്ധിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. രാഹുൽ ഗാന്ധി വസ്തുതാപരമായി പറഞ്ഞതുപോലെ
വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനം എന്ന കോൺഗ്രസിന്റെ മൂല്യം തുടർന്നു കൊണ്ടുപോകുന്നതിലും 2 പാർലമെന്റേറിയന്മാരെ ലഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂർ കുറിച്ചത് ഇങ്ങനെയാണ്: കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള പുതിയ MP പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചത് വലിയ സന്തോഷകരമാണ്. വയനാട്ടിലെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൽ അവർക്ക് വലിയ വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഇന്ദിരാഗാന്ധിയുടെ കരുത്തും രാജീവ് ഗാന്ധിയുടെ സൗമ്യതയും ഒരുമിച്ച് ചേർന്ന പ്രിയങ്കയുടെ പാർലമെന്റ് പ്രവേശനം കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും കരുത്താവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് വയനാട് നേരിടുന്ന പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്നതിന് കരുത്തോടെ പോരാടാൻ പ്രിയങ്ക ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് പ്രത്യാശിക്കാം.